വെൽക്കം ടു അനിയാക്ക് എഡ്യൂടെക്. അപ്പോൾ SLC പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഓണം എക്സാമിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഓണം എക്സാം പാടായിരിക്കുമോ എന്നൊക്കെ നല്ല പേടിയിലായിരിക്കും. അപ്പോൾ എന്തായാലും മാത്സിന്റെ കാര്യത്തിൽ നമ്മൾ പക്കാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കാൻ പോകുന്നത് SLC എക്സാമിന്, പ്രത്യേകിച്ച് ഓണം എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഈ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നോക്കി, ഇതിനകത്ത് 1 മാർക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. 1 മാർക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും കിട്ടും. ഈ ഒരു നമ്പർ പാറ്റേൺ നോക്കുക. ഈ നമ്പർ പാറ്റേൺ നോക്കിയിട്ട് അടുത്ത 2 ലൈൻസ് കൂടി എഴുതുക. അത് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അല്ലെ. എല്ലാവർക്കും വെറുതെ 1 മാർക്ക് കിട്ടാനുള്ള ചോദ്യമാണ് ആ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. 7, 8, 9, 10 ആണെങ്കിൽ 11, 12, 13, 14 ഒന്നുകൂടി വരും 15 അല്ലെ. അടുത്ത എന്ത് വരും? 16, 17, 18, 19, 20 ഒന്നുകൂടി വരും 21. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ A ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു 2 നമ്പർ മാത്രം എഴുതണം. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ? ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ് ആൻസർ. 10ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും. നമ്മൾ ചുമ്മാ 10 ലൈനൊക്കെ എഴുതി നോക്കും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവസാനത്തെ ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവസാനത്തെ ലൈനുകൾക്ക് എന്തോ ഒരു പ്രത്യേകത കാണുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ പ്രത്യേകത കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ആദ്യത്തെ നമ്പർ 1 ആണ്. ഓക്കെ, കൊള്ളാം. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3ന് ഞാൻ 1+2 എന്ന് എഴുതിക്കോട്ടെ, എഴുതാം. അപ്പൊ 3ാമത്തെ ലൈനിലെ നമ്പർ കിട്ടാൻ 3ന്റെ കൂടെ 3 കൂട്ടിയാൽ മതി അല്ലെ. അതായത് 1+2+3. ഇനി 10 കിട്ടാൻ ഇതിന്റെ കൂടെ 4 കൂട്ടിയാൽ മതി. 1+2+3+4. അപ്പൊ അടുത്ത് നിങ്ങൾ പറയും 1+2+3+4+5. അപ്പൊ 5ാമത്തെ വരിയിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് കൂട്ടണമെങ്കിൽ 10ാമത്തെ വരിയിൽ എത്ര മുതൽ നമ്പേഴ്സ് കൂട്ടണം? 10 വരെയുള്ള നമ്പേഴ്സ് കൂട്ടിയാൽ പോരെ. അപ്പൊ ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ അല്ലെ, ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ എന്ന് പറയുന്നത് ആരായിരിക്കും? 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം ആയിരിക്കും. 1+2+3+etc+10. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുന്നത് ഭയങ്കര പാടല്ലേ? ആണ്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർ ഉറപ്പായിട്ടും പാടാണെന്ന് പറയത്തില്ല. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോസ് എല്ലാം അതുപോലെ കാണുക. ആ വീഡിയോസ് എല്ലാം നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആ വീഡിയോ കൂടി കാണുക കേട്ടോ. അപ്പൊ എന്താണ് ഇക്വേഷൻ? 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ ആണ് n × n+1/2 അല്ലെ. അപ്പൊ ഇവിടെ 10 നമ്പേഴ്സ് ആയതുകൊണ്ട് 10 × 10+1. 10+1 11 അല്ലേ, ബൈ 2. 2ഉം 10ഉം വെട്ടി ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. സോ 5 × 11 എത്രയാണ്? 55 ആണ്. സോ ആ ഒരു 10ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 55 ആണ്. എളുപ്പമല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് അതിനേക്കാളും സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയേ, വാട്ട് ഈസ് ദി ഫസ്റ്റ് നമ്പർ ഇൻ ദി 11th ലൈൻ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയടാ, 3ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ 6 ആണ്. അപ്പൊ അടുത്ത നമ്പർ എത്ര? 7 അല്ലെ. അപ്പോ 5ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ 15 ആണ്. 6ാമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പർ 16. അപ്പൊ 10ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ 55 ആണെങ്കിൽ തൊട്ട് അടുത്ത ലൈനിലെ ആദ്യത്തെ നമ്പർ എത്ര ആയിരിക്കും? ഒരു പാടുമില്ല, 1 കൂട്ടിയാൽ പോരെ. ഈ ഒരു പാറ്റേൺ നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്പർ ഇൻ ദി 11th ലൈൻ, ഫസ്റ്റ് നമ്പർ ഇൻ ദി 11th ലൈൻ എത്രയാണ്? 11ാമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 55നോട് 1 കൂട്ടുക, 56. പരിപാടി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ എഴുതുവാണേ. ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി 11th ലൈൻ? അതെല്ലാവർക്കും പറ്റും. 1ാമത്തെ ലൈനിൽ 1 നമ്പർ, ഇവിടെ 2 നമ്പർ, 3ാമത്തേൽ 3 നമ്പർ, 4ാമത്തേൽ 4 നമ്പർ. അപ്പൊ 11ാമത്തെ ലൈനിൽ എത്ര നമ്പേഴ്സ് കാണും? 11 നമ്പേഴ്സ് കാണും. സിമ്പിൾ അല്ലേ? അല്ലെ. അപ്പൊ ഡി ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ, ഇത്രയും ക്വസ്റ്റ്യൻ എന്തായാലും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം, വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് 5 മാർക്കിനോ 6 മാർക്കിനോ വരുന്ന ഒരു ചോദ്യമാണ് മൊത്തത്തിൽ. വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദി 11th ലൈൻ? 11ാമത്തെ ലൈനിലെ നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. എന്തുണ്ട് വഴി? അത് പല വഴികളുണ്ട്. നമുക്ക് പല വഴികളിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ആദ്യത്തെ 11 നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് ഇവിടെ കിട്ടും. ആ രീതി ഞാൻ പറയുന്നില്ല. നമുക്ക് അല്ലാത്തൊരു വഴി ഉപയോഗിക്കാം.
എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ നോക്കിയേ. അപ്പൊ നമുക്ക് 11ാമത്തെ നമ്പറിലെ ആദ്യത്തെ ലൈൻ 56 ആണെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെ ഉള്ള നമ്പേഴ്സ് എനിക്ക് അറിയത്തില്ല അല്ലെ. പക്ഷെ ഒന്ന് കൂട്ടി കൂട്ടി പോവാണെന്ന് അറിയാം. ഇത് 56 ആണെങ്കിൽ തൊട്ടടുത്ത് 57, 58, 59 അങ്ങനെ 11 നമ്പേഴ്സ് വരുമെന്ന് അറിയാം. എന്നാലും എനിക്ക് അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ വയ്യ. നോക്കിയേ, എനിക്കറിയാം ആ സീക്വൻസ് 56, 57 എക്സെട്ര എന്ന് പറഞ്ഞാണ് പോണത്. അപ്പൊ എനിക്ക് ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അങ്ങനെ എനിക്ക് 11ാമത്തെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ xn ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ് ഇക്വേഷൻ? xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ 1 മുതൽ 11 വരെയുള്ള ടേംസ് ആണ്. ആദ്യത്തെ നമ്പർ 56 ആണ് അല്ലെ. അപ്പൊ x1 പ്ലസ് 11 അല്ലേ n, അപ്പൊ 11 മൈനസ് 1 ഇൻറ്റു ഡി. x1 56 ആണെന്ന് ഞാൻ പറഞ്ഞു. 56 പ്ലസ് 11 1 കുറച്ചാൽ 10 ആണ്. 10 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടി കൂട്ടി പോകുന്ന നമ്പർ 1 ആണ് അല്ലെ. അപ്പൊ 56 പ്ലസ് 10 എത്ര കിട്ടും? 66 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പോയാൽ ഉറപ്പായിട്ടും എത്ര തന്നെ കിട്ടും? 66 കിട്ടും. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ സമ്മാണ് 55. ആ 55ന്റെ കൂടെ 11 കൂടി കൂട്ടിയാൽ മതി അല്ലെ. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര 10 വരെ ചെയ്തു. ഒരു 11 കൂടെ ചെയ്താൽ അവസാനത്തെ നമ്പർ കിട്ടും. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഇനി സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 56, 57 എക്സെട്ര 66 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കണം. ഇതിന് നമ്മൾ വേറൊരു ഇക്വേഷൻ അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. എന്താ ഇക്വേഷൻ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ x1 പ്ലസ് xn അല്ലെ. ഫസ്റ്റ് ടേം മാത്രമേ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ പറഞ്ഞു? n/2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി പറഞ്ഞു. ഇക്വേഷൻ അല്ല, അതുപോലെ എഴുതി പഠിക്കണേ. അപ്പൊ n നമുക്ക് അറിയാം, 11 ടേംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 11/2 ഇൻറ്റു ആദ്യത്തെ ടേം എത്ര? 56, അവസാനത്തെ ടേം 66. 56 പ്ലസ് 66 കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി 11/2 ഇൻറ്റു 56, 66 കൂട്ടിയാൽ എത്ര? 50, 60, 110, 110ഉം 12ഉം 122 കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ ഗുണിച്ചു നോക്കിയാൽ മതി, സോറി കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ 2 122 വെട്ടാം അല്ലെ. ആകെ 2 12, 1 2 2. ആൻസർ എത്ര? 11 ഇൻറ്റു 61, 61 ഇൻറ്റു 11. നോക്കിയേ, ഈ ആൻസർ അല്ലേ കിട്ടുന്നേ. സോ ആൻസർ എന്ന് പറയുന്നത് 671 ആണ്. ഓക്കെ, അപ്പൊ ആ ആൻസർ ഇവിടെ ആവുമ്പോൾ നമുക്ക് 5 മാർക്ക്, അല്ലെങ്കിൽ 5 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. 5 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ഇത്രയും പോലും കുറച്ചുകൂടി സ്പീഡിൽ പറയുക, കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ടൈപ്പ് പഠിച്ചു. വേണമെങ്കിൽ ഈ ടൈപ്പ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തിയാലും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ആ ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തേക്കാം. ഓക്കെ, റൈറ്റ് ദി നെക്സ്റ്റ് 2 more ലൈൻസ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1 2 3 4 വരെ, 2 3 4 5 6 7 8 9 ഇവിടെ എത്ര അല്ലെ. അപ്പൊ ഇവിടെ 17 തുടങ്ങും, ഇനി അറ്റം 2 നമ്പേഴ്സ് കൂടി അധികം വരും. ഇവിടെ ആ നമ്പർ കഴിഞ്ഞിട്ട് തുടങ്ങും, 2 നമ്പർ കൂടി അധികം വരും. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ, ഞാൻ പറയുന്നില്ല. നിങ്ങൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഈ 2 നമ്പേഴ്സ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഈ ലൈൻ എത്ര? 1 2 3 4. 5ാമത്തെ ലൈൻ എന്താ, 6ാമത്തെ ലൈൻ എന്താ, ഇത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ലാസ്റ്റ് നമ്പർ ഇൻ ദി 9th ലൈൻ? സിമ്പിൾ ആണ്. നോക്കിയേ, ആദ്യത്തെ നമ്പർ 1, രണ്ടാമത്തെ നമ്പർ 4. അപ്പൊ എനിക്ക് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പം 9ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ എത്രയായിരിക്കും? ഞാൻ ഇവിടെ അങ്ങ് എഴുതുക കേട്ടോ. നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്ത് എഴുതണം? ലാസ്റ്റ് നമ്പർ ഇൻ ദി 9th ലൈൻ എന്ന് എഴുതണം. ആൻസർ എന്താണ്? 9 സ്ക്വയർ, 81. ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ഒരു മാർക്കായത്. ഇതൊരു മാർക്ക്, ഇതൊരു മാർക്ക് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ആ പാറ്റേൺ മനസ്സിലാക്കണം. 1 4 9 16 ആണെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് ആണ്. സോ 9ാമത്തെ നമ്പറിന്റെ സ്ക്വയർ, അവസാനത്തെ നമ്പർ 9ന്റെ സ്ക്വയർ ആയിരിക്കും. വാട്ട് ഈസ് ദി ഫസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ? ഇത് നമ്മൾ പിന്നെയും കണ്ടതാ അല്ലെ. 16 കഴിഞ്ഞാൽ ഇവിടെ 17 വരും, 9 കഴിഞ്ഞാൽ ഇവിടെ 10 വരും. അപ്പൊ 81 നിർത്തിയാൽ അടുത്ത ലൈനിലെ ഫസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും? 82 ആയിരിക്കും. അത് സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ ഈസ് ഈക്വൽ ടു 82 എന്ന് തന്നെ എഴുതണം കേട്ടോ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി 10th ലൈൻ? നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈനിൽ ഒരു നമ്പർ. അങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ. നിങ്ങൾ എപ്പോഴും എന്ത് ചോദിച്ചാലും ഇവിടെ നോക്കി പോകണം. രണ്ടാമത്തെ ലൈനിൽ 3 നമ്പർ, 4ാമത്തെ ലൈനിൽ 5 നമ്പർ, 6ാമത്തെ ലൈനിൽ 7 നമ്പർ. അപ്പൊ അടുത്ത ലൈനിൽ എത്ര? 9. അടുത്ത ലൈനിൽ എത്ര? 11. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് 10ാമത്തെ ലൈനിൽ എത്ര? അതായത് ഇത് ഓഡ് നമ്പേഴ്സ് ആണ്. 10ാമത്തെ ഓഡ് നമ്പർ എത്ര ആയിരിക്കും? സംഭവം വളരെ സിമ്പിൾ ആണ്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? 10ാമത്തെ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്നത് 19 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഉപയോഗിക്കാൻ അറിയാവോ? വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഇതിനൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എടുക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആണ്. നിങ്ങളുടെ ചോദിച്ചേക്കുന്നത് x10 ആണ്. 10ാമത്തെ ടേം ആണ്. അപ്പൊ ഇക്വേഷൻ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടുത്തെ x1 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 10, 10 മൈനസ് 1 9. 9 ഇൻറ്റു കൂട്ടി കൂട്ടി പോകുന്ന നമ്പർ 2 ആണ്.
അപ്പോഴും എന്ത് കിട്ടും? 9 × 2 18, 18 1 19 തന്നെ കിട്ടും. ഒരു കാര്യം 1 + 9 9, 9 × 2 18, സോറി 1 + 9 10, 10 × 2 20 എഴുതി കളയല്ലേ. ഇവിടെ ബോർഡ് മാസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ വേണം ആദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എന്തായാലും എന്തായിരിക്കും? 19 നമ്പേഴ്സ് ആയിരിക്കും. അഗെയിൻ സമ്മ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ നമ്പേഴ്സ് എഴുതുവാണ്. ആദ്യത്തെ നമ്പർ എത്ര? 82. ആദ്യത്തെ നമ്പർ 82 അല്ലെ. അപ്പൊ ആദ്യത്തെ നമ്പറിൽ തുടങ്ങി എത്ര നമ്പേഴ്സ് ഉണ്ട്? 19 നമ്പേഴ്സ് ഉണ്ട്. 82, 83 എക്സെട്ര അല്ലെ. എക്സെട്ര വന്നു. എത്ര നമ്പേഴ്സ് ഉണ്ട്? 19 നമ്പേഴ്സ് വരണം അല്ലെ. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടിയല്ലേ ചെയ്യേണ്ടത്. ഇവിടുത്തെ xn കണ്ടുപിടിക്കുക. xn കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് എഴുതുക. എന്നിട്ട് സമ്മു എഴുതുക. സമ്മിന്റെ ഇക്വേഷൻ n/2 × x1 പ്ലസ് ഈ കണ്ടുപിടിക്കുന്ന xn അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാമല്ലോ. അപ്പൊ അത് നിങ്ങൾ ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്തു നോക്കുക. അപ്പൊ 2 ഹോംവർക്ക് ആണ്. നിങ്ങൾ ഇതും കമന്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പൊ XN എഴുതണം, SN എഴുതണം. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ 4 പാഠവും പക്ക ആക്കിയിട്ട് ഓണപരീക്ഷയ്ക്ക് പോകത്തുള്ളൂ. അപ്പൊ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.